2024 നീറ്റിന്റെ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ, സ്റ്റേറ്റിലല്ല ഓൾ ഇന്ത്യ കോട്ടയിൽ ഓപ്ഷൻ കൊടുക്കാനും രജിസ്റ്റർ ചെയ്യാനുമുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് അതിന്റെ ബേസിൽ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഇത് ഒന്നാമത്തെ റൗണ്ടിനെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 3 റൗണ്ടുകളും പിന്നീട് സ്ട്രേ വേക്കൻസിയും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ അതിന്റെ ഒരു ഓവർവ്യൂ പറയും. പക്ഷെ ഇപ്പൊ പറയുന്ന ഡേറ്റ് ഒന്നാമത്തെ റൗണ്ടിന് മാത്രമാണ്. ആ ഒന്നാമത്തെ റൗണ്ടിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പറയുക. ഇതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ജോയിനിങ്ങിന് വേണ്ടിയുള്ള വീഡിയോ പബ്ലിഷ് ചെയ്യുള്ളൂ. അതായത് അത് ഒരുപാട് ലോങ് ആക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ആണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പറയും. അഡ്മിഷന് മുമ്പ് അഡ്മിഷന്റെ വീഡിയോ തരും. രണ്ടാമത്തെ റൗണ്ടിന് മുമ്പ് രണ്ടാമത്തെ റൗണ്ടിന്റെ വീഡിയോ തരാം. ഇനി രണ്ടാമത്തെ റൗണ്ടിലും മൂന്നാമത്തെ റൗണ്ടിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ നിലവിൽ ഇത് ഒന്നാമത്തെ റൗണ്ടിനെ മാത്രം ബാധകമാക്കിയുള്ള വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിപ്പോ ഞാനിവിടെ ടൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. രജിസ്ട്രേഷൻ എന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 14 തുടങ്ങി ഓഗസ്റ്റ് 20 വരെ, ഓഗസ്റ്റ് 20-ാം തീയതി 12 മണി വരെയാണ് രജിസ്ട്രേഷന്റെ സമയം. എന്നാൽ പേയ്മെന്റ് നിങ്ങൾക്ക് 3 മണി വരെ ചെയ്യാം. 20-ാം തീയതി ഉച്ചകൊണ്ട് രജിസ്ട്രേഷൻ കഴിയും. ആ 20-ാം തീയതി വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ഇനി രജിസ്ട്രേഷൻ സമയം കഴിയും. ചോയ്സ് ഫില്ലിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 14-ാം തീയതി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് 16-ാം തീയതിയെ ചോയ്സ് കൊടുക്കാൻ പറ്റും. 16 തുടങ്ങി 20 വരെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 14-ാം തീയതിക്ക് പകരം 16-ാം തീയതി പോവുകയാണെങ്കിൽ രജിസ്ട്രേഷനും ചോയ്സും എല്ലാം ഒന്നിച്ച് ചെയ്യാം. ഈ 16-ാം തീയതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. 16 തുടങ്ങി 20 വരെ രജിസ്ട്രേഷനും പറ്റും, ചോയ്സ് ഫില്ലിംഗ് എല്ലാം കൂടെ പറ്റും. ഇതിനുള്ള സമയം പക്ഷേ 20-ാം തീയതി 12 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ ചോയ്സ് ഫില്ലിങ്ങിന് നിങ്ങൾക്ക് 11:55 ഏകദേശം ആ സമയം വരെ ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റും. 4 മണി തുടങ്ങി രാത്രി 11:55 വരെ നിങ്ങൾക്ക് ലോക്കിങ്ങിനുള്ള ഫെസിലിറ്റിയാണ്. അപ്പൊ ചോയ്സ് ഫില്ലിങ്ങിന്റെ സമയം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, 16-ാം തീയതി തുടങ്ങി 18-ാം തീയതിക്ക് വരെ ഉള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചോയ്സ് ഫില്ലിങ് 4 PM തുടങ്ങി 11:55 PM വരെയാണ്. നിങ്ങൾ ചോയ്സ് ഫില്ല് അല്ലെങ്കിൽ ചോയ്സ് ലോക്കിങ്, ഫില്ലിംഗ് അല്ല ചോയ്സ് ലോക്കിങ്, നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ചോയ്സ് ഫില്ല് ചെയ്യുക. ഒരു 16 ഞാൻ പറഞ്ഞത് ഒരു 16 തുടങ്ങി 18 വരെയുള്ള തീയതികൾക്കുള്ളിൽ പോയി രജിസ്ട്രേഷനും ചോയ്സും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് ആ പരിപാടി തീരും. ഓക്കെ, ഇനി ഇതിന്റെ റിസൾട്ട് എന്നാണ് വരിക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതിയാണ് റിസൾട്ട് വരിക. ഓഗസ്റ്റ് 23-ന് റിസൾട്ട് വരും. ജോയിനിങ് റിപ്പോർട്ടിംഗ് ടൈം 24 തുടങ്ങി 29-ാം തീയതി ഓഗസ്റ്റ് വരെയാണ്. അപ്പൊ 24-ാം തീയതി റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതിന് മുമ്പ് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ടിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ 23-ന് റിസൾട്ട് വരുമ്പോഴേക്കും 24-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ തരാം. അപ്പൊ 24 തുടങ്ങി 29 വരെ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം ആണ്. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ പിന്നാലെ തരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ രജിസ്ട്രേഷനും റിസൾട്ട്, അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 23-ാം തീയതി വരെ സമയമുണ്ട് റിപ്പോർട്ടിങ്ങിന് വരെ, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ട്. അപ്പൊ ആദ്യം ഈ കാര്യം ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. റൈറ്റ്. ഇനി ആർക്കു വേണ്ടി അല്ലെങ്കിൽ ഏത് കോഴ്സിന് വേണ്ടിയാണ്? ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റുകൾക്കാണ് ഈ രജിസ്ട്രേഷൻ. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ്, ബനാറസ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓപ്പൺ സീറ്റുകൾ, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോട്ടയുണ്ട്, അത് ബാധകമല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന അവിടുത്തെ ഓപ്പൺ സീറ്റ് മാത്രമാണ്. അതുപോലെ എയിംസിന്റെ 100% സീറ്റ്, ജിപ്മറിന്റെ ഓപ്പൺ സീറ്റുകൾ, ജിപ്മറിന്റെ അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സീറ്റുകൾ മാത്രം, അതായത് പുതുച്ചേരി റെസിഡന്റിനുള്ള കോട്ട നമുക്ക് ആപ്ലിക്കബിൾ അല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഇതാണ്. അതേപോലെ ESI റിസർവേഷൻ ഉള്ള കുട്ടികൾ. അപ്പൊ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. എയിംസ്, ESI, അതിൽ ESI ഉള്ളവർ മാത്രം ESI ചൂസ് ചെയ്താൽ മതി. അതുപോലെ എയിംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ജിബ്ബർ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയും ഓപ്ഷൻ കൊടുക്കാം. ഈ ഓപ്ഷൻസിന് ലിമിറ്റ് ഇല്ല, നോ ലിമിറ്റ്, നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും കൊടുക്കാം. ഒന്നാമത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും ഒക്കെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണേലും, ഇപ്പൊ ഒന്നാമത്തേതിൽ മുഴുവൻ കൊടുക്കാം, രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന സീറ്റുകൾ മാത്രമാണ് കൊടുക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ലിമിറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, നിങ്ങൾക്ക് ഏത് സീറ്റ്, MBBS, BDS അങ്ങനെ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജുകൾ സെലക്ട് ചെയ്യാം, കോളേജുകൾ ലിസ്റ്റ് ആക്കുക. അപ്പൊ ഇതിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ഞാൻ അതിന്റെ ലിസ്റ്റ് ഇടാം, കോളേജുകളുടെ ലിസ്റ്റ് ഇടാം, ആ കോളേജുകൾ വെച്ചിട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഒരുപാട് ഹെൽപ്പ് ലൈൻ, അതായത് ഒരുപാട് മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ തരും, അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ തരാം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മൾ എല്ലാ കൗൺസിലിങ്ങിലും പറയുന്നത് പോലെ
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും മേലെ വയ്ക്കുക. കിട്ടുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് അത് ആദ്യം വയ്ക്കുക. അവിടെ കിട്ടിയില്ലെങ്കിൽ 2, അവിടെ കിട്ടിയില്ലെങ്കിൽ 3, ആ ഓർഡറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചോയ്സ് ഫില്ലിങ്ങിന്റെ കാര്യം കഴിയും. ഇത് MBBS, BDS, BSc നഴ്സിംഗ് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഓരോന്ന് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ഫീസ് ഡീറ്റെയിൽ ഒക്കെ അതിന്റെ റൈറ്റ് സൈഡിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ നോക്കി കാണാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നേരത്തെ തന്നെ ഈ 16-ാം തീയതിക്ക് മുമ്പ് വേണമെങ്കിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ 18-ാം തീയതി നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പും ചെയ്ത് വെക്കാം. ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ലിസ്റ്റുമായിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകാൻ. അപ്പൊ ലിസ്റ്റ് ഞാൻ ഇട്ടുതരാം. അതിന് കൂടുതൽ ലിസ്റ്റ് ഒരുപാട് കോളേജുകളുണ്ട്. നിങ്ങൾക്ക് മുഴുവൻ വെക്കണമെങ്കിൽ ആ ലിസ്റ്റ് ആദ്യം വെച്ചിട്ട് പിന്നെയുള്ള കോളേജുകളെല്ലാം അങ്ങനെ ഫില്ല് ചെയ്തും വിടാം. റൈറ്റ്. ഇനി അതിന് വേണ്ട ഫീ എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് 40 ലാഖിനൊക്കെ മേലെയാണ് ഫീ പെർ ഇയർ. അതുകൊണ്ട് അത് ആലോചിച്ചിട്ടേ വെക്കാവൂ. അങ്ങനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 ലക്ഷം രൂപ റീഫണ്ടബിൾ എമൗണ്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. റീഫണ്ടബിൾ ആണ്. 5000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ഇത് നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ചു കിട്ടൂല. ഇനി നിങ്ങൾ ഡീംഡ് വെക്കുന്നില്ല, എയിംസ്, ജിപ്മർ, ഓൾ ഇന്ത്യ കോട്ട അല്ലെങ്കിൽ അലിഗഡ് ഇങ്ങനെയൊക്കെ നിങ്ങൾ വെക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1000 രൂപ അടയ്ക്കുക. നോൺ റീഫണ്ടബിൾ ആണ്, രജിസ്ട്രേഷൻ ഫീ ആണ്. അൺറിസർവ്ഡ് കാറ്റഗറിയും EWS-ഉം 1000 രൂപ അടയ്ക്കുക. എന്നാൽ SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, OBC, ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ 500 രൂപ രജിസ്ട്രേഷൻ അടച്ചാൽ മതി. റൈറ്റ്. ഇനി റീഫണ്ടബിൾ എമൗണ്ട് എത്രയാണ്? അൺറിസർവ്ഡ് കാറ്റഗറിയും EWS-ഉം 10000 രൂപ അടയ്ക്കണം, റീഫണ്ടബിൾ ആണ്. എന്നാൽ SC, ST, OBC, ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ 5000 രൂപ അടച്ചാൽ മതി. ഇപ്പൊ ഓൾ ഇന്ത്യക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു SC, ST അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ് 5000-ഉം 500-ഉം 5500 രൂപ അടയ്ക്കണം. അതൊരു അൺറിസർവ്ഡ് കാറ്റഗറി EWS ആണെങ്കിൽ 10000-ഉം 1000-ഉം 11000 രൂപ അടയ്ക്കണം. ഇനി നിങ്ങൾ ഡീംഡ് ആണ് ചെയ്യുന്നത്, ഡീംഡ് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2,50,000 അടച്ചാൽ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതായത് അവിടുത്തെ ഹയർ ഫീ അടച്ചാൽ മതി. 2,50,000 അടച്ചാൽ നിങ്ങൾക്ക് എല്ലാം ചൂസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്നത് 10000-ഉം 1000-ഉമാണ് ഒരു അൺറിസർവ്ഡ് കാറ്റഗറി അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീംഡ് വെക്കാൻ പറ്റൂല. ഒരു SC അല്ലെങ്കിൽ ST, OBC കാൻഡിഡേറ്റ് ഒക്കെ 5000-ഉം 500-ഉം 5500 ആണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീംഡ് വെക്കാൻ പറ്റൂല. ഇതിൽ റീഫണ്ടബിൾ എന്ന് പറഞ്ഞത് മാത്രമാണ് തിരിച്ചു വരിക. ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നോ പേരന്റിന്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്നോ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം റീഫണ്ട് വരിക ഏത് അക്കൗണ്ടിൽ നിന്ന് പോയോ ആ അക്കൗണ്ടിലേക്കാണ് തിരിച്ചു വരിക. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് റീഫണ്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല റീഫണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് 1ാമത്തെ റൗണ്ടിന് മുമ്പ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഓരോ റൗണ്ടുകളിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ ഇപ്പൊ ഞാൻ പറയും. ഓരോ റൗണ്ടുകൾക്ക് മുമ്പും വീണ്ടും ഞാനത് സെപ്പറേറ്റ് അതത് റൗണ്ടുകളുടെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരും. ഇത് തുടങ്ങുന്നതിന് മുമ്പ് 1ാമത്തെ റൗണ്ടിൽ കിട്ടിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 1ാമത്തെ റൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സംശയങ്ങൾ ഒഴിവാക്കാൻ അതിന്റെ ഒരു ഓവർവ്യൂ ആദ്യ വീഡിയോയിൽ പറയുന്നു മാത്രം. അത് ഇതിന് പിന്നാലെ പറയാം. നമ്മൾ ആ റൗണ്ടുകളുടെ ഡീറ്റെയിലേക്ക് വരുന്നു. ആ റൗണ്ടുകളുടെ ഡീറ്റെയിൽ നോക്കുക. ആദ്യം നമ്മൾ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ രജിസ്ട്രേഷനും ഫീ പേയ്മെന്റും നടത്തുക. ഞാൻ ഒരു ബോർഡിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഞാൻ ഓരോന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ ആൻഡ് ഫീ പേയ്മെന്റ് ആദ്യം ചെയ്തു. എന്നിട്ട് റൗണ്ട് 1 ആണ്. റൗണ്ട് 1ന്റെ സീറ്റ് അലോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഈ അലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ റൗണ്ട് 1ൽ സീറ്റ് അലോട്ട് ചെയ്തു. അപ്പൊ അലോട്ട് ചെയ്ത കുട്ടികൾ ഇപ്പോ സീറ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല, പ്രശ്നമില്ല, അവർക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം, അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒന്നും ചെയ്യണ്ട, ഫീ ഒന്നും വേറെ അടയ്ക്കണ്ട. റൈറ്റ്. അപ്പൊ സീറ്റ് അലോട്ടായി. അലോട്ട് ആവാത്തവര് അടുത്ത റൗണ്ടിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. സീറ്റ് അലോട്ട് ചെയ്ത കുട്ടിക്ക് റൗണ്ട് 1ൽ സീറ്റ് അലോട്ട്മെന്റ് ആയാലും ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഇതായതുകൊണ്ട് ഞാൻ ഇതിന്റെ ഓവർവ്യൂ പറയുന്നു. റൗണ്ട് 1ൽ സീറ്റ് കിട്ടിയ കുട്ടിക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. സീറ്റ് കിട്ടി, ഓക്കെ, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. സപ്പോസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ആ സീറ്റ് പോയിന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ഫ്രീ എക്സിറ്റ് ആണ്. നിങ്ങളുടെ ആ സീറ്റ് പോയി, ഫ്രീ എക്സിറ്റ് ആണ്. എന്നിട്ട് നിങ്ങൾക്ക് നേരെ റൗണ്ട് 2ൽ വേറെ ഫീ ഒന്നും കൊടുക്കാതെ ആ ഫീ കൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സീറ്റ് കിട്ടിയ കുട്ടിക്കോ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ ആ കോളേജ് ഉറപ്പിക്കാം, മതി എന്ന് തീരുമാനിക്കാം. അവിടെ കഴിഞ്ഞു, കുട്ടി ജോയിൻഡ് ആയി. എന്നാൽ നേരെ തിരിച്ച് 2ാമത്തെ ഓപ്ഷൻ എന്താ, അപ്ഗ്രേഡ്. ആ സീറ്റ് എടുത്തു. എന്നിട്ട് കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് അതിന്റെ മേലത്തെ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാം. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങളും വരും 2ാമത്തെ റൗണ്ടിക്ക്. ഫ്രീ എക്സിറ്റ് ആയ കുട്ടി പൈസ നഷ്ടപ്പെടുത്താതെയും റൗണ്ട് 2ൽ വന്നു. സീറ്റ് എടുത്ത കുട്ടി ആ സീറ്റ് ഉറപ്പിച്ചിട്ട് 2ാമത്തെ റൗണ്ടിൽ വന്നു. സീറ്റ് കിട്ടാത്ത കുട്ടിയും 2ാമത്തെ റൗണ്ടിൽ വന്നു. ഈ 3 കൂട്ടരും 2ാമത്തെ റൗണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് ചെയ്യണം. രജിസ്ട്രേഷൻ വേണ്ട.
സപ്പോസ് ആദ്യ റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറമേന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഈ പറഞ്ഞ കാറ്റഗറി ഒന്നും ഇനി ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് ചെയ്താൽ മതി. റൗണ്ട് 1 ശേഷം സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്യുമ്പോൾ അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ റൗണ്ട് 2 ആയി. ഇനി റൗണ്ട് 2 സീറ്റ് അലോട്ട്മെന്റ് ഡിക്ലെയർ ചെയ്യും. അപ്പോഴും സീറ്റ് കിട്ടാത്ത കുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല, അടുത്ത റൗണ്ടിലേക്ക് പോവാം. റൈറ്റ്, സീറ്റ് അലോട്ട്മെന്റ് കിട്ടി, പക്ഷെ എന്ത് ചെയ്തില്ല? റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ്. അവിടെ ഇവിടുത്തെ എക്സിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി നിങ്ങൾ പുറത്തു പോയാൽ നിങ്ങൾ അടച്ച ഫീ നഷ്ടപ്പെടും. അതായത് നമ്മളൊരു റീഫണ്ടബിൾ എമൗണ്ട് പറഞ്ഞില്ലേ മക്കളെ? ഡീംഡിലാണെങ്കിൽ 2 ലക്ഷം അത് പോവും. ഇനി ഓൾ ഇന്ത്യയിലാണെങ്കിൽ 10,000 അത് പോവും. ഒരു SC ST അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ് ആണ് 5,000 അത് പോവും. അത് ഫോർഫീറ്റ് ചെയ്യപ്പെട്ടു റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്. ഇനി റിപ്പോർട്ട് ചെയ്ത കുട്ടിക്കോ വേണമെങ്കിൽ അത് ഉറപ്പിക്കാം, ആ കോളേജ് മതി. അല്ലെങ്കിൽ വീണ്ടും അപ്ഗ്രഡേഷൻ കൊടുക്കാം. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞും അപ്ഗ്രഡേഷൻ കൊടുക്കാം. അപ്പൊ റൗണ്ട് 3 വരിക. ആരൊക്കെ റൗണ്ട് 3 വരുന്നു? രണ്ടാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയ കുട്ടി റൗണ്ട് 3 വരുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടാത്ത കുട്ടി റൗണ്ട് 3 വരുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുത്തിയ കുട്ടി ഫീ പേ ചെയ്തുകൊണ്ട് വരുന്നു. ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യണം. അവിടെ കുട്ടി ഫീ പേ ചെയ്യണം. രജിസ്ട്രേഷൻ അല്ല, അതിൽ ഫീ പേയ്മെന്റ് ചെയ്താൽ മതി. ഫീ പേയ്മെന്റ് ചെയ്ത് റൗണ്ട് 3 വന്നു. ഇപ്പൊ ഈ 3 കൂട്ടരും റൗണ്ട് 3 വന്നു. ഇനി ഇതുവരെ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വരാം ഈ പറഞ്ഞതുപോലെ. ദെൻ റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുക. റൗണ്ട് 3 എന്താണ്? ഇതേപോലെ തന്നെ ഫ്രഷ് രജിസ്ട്രേഷൻ വെളിയിൽ നിന്ന് വരാം. ബാക്കിയുള്ളവരൊക്കെ ചോയ്സ് മാത്രം മാറ്റി കൊടുക്കുക. രണ്ടാമത്തെ റൗണ്ടിന് ശേഷം ബാക്കി വരുന്ന സീറ്റുകളുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. അതെന്ത് ചെയ്യുക? ചോയ്സ് ഫില്ലിൽ കൊടുക്കുക. റൈറ്റ്, ഇവിടെയും സീറ്റ് അലോട്ട്മെന്റ് ആണ്. സീറ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടിയുണ്ട്, നോ. കുട്ടിക്ക് എങ്ങോട്ട് പോവാം? സ്പേ വേക്കൻസിക്ക് പോവാം. ഇവിടെ വെച്ച് സീറ്റ് അലോട്ട്മെന്റ് നടന്നു. റിപ്പോർട്ട് ഇപ്പോ ഇവിടെ സീറ്റ് അലോട്ടായി. അലോട്ട് ചെയ്ത കുട്ടിക്ക് വേണമെങ്കിൽ എക്സിറ്റ് ആവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടുന്ന് എക്സിറ്റ് ആയാൽ പെർമനന്റ്ലി ഔട്ട് ആണ്. ഇനി നിങ്ങൾക്ക് ഒരു റൗണ്ടിലും പങ്കെടുക്കാൻ പറ്റില്ല. സ്റ്റേ വേക്കൻസി നിങ്ങളുടെ ഓൾ ഇന്ത്യ പരിപാടി അവിടെ കഴിയും. അപ്പൊ ഇനി സ്റ്റേറ്റ് നോക്കാനേ പറ്റൂ. അപ്പൊ റൗണ്ട് 3 കിട്ടിയ പിന്നെ എടുക്കുന്ന എക്സിറ്റ് പെർമനന്റ് എക്സിറ്റ് ആണ്. ഒരു റൗണ്ടിലും പിന്നെ പരിഗണിക്കില്ല. റൈറ്റ്, നിങ്ങൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു എന്നിരിക്കട്ടെ. ഇവിടെ റിപ്പോർട്ട് ചെയ്ത കുട്ടി എക്സിറ്റ് ആവുമ്പോഴാണ്, അതായത് റിപ്പോർട്ട് ചെയ്യാതെ അലോട്ട് നിങ്ങൾക്ക് സീറ്റ് ഇഷ്യൂ ആയാൽ മതി. നിങ്ങൾ എക്സിറ്റ് ആയാൽ പെർമനന്റ് ഔട്ട് ആണ്. ഇനി കുട്ടി റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വിത്തില്ല. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിപ്പോർട്ട് ചെയ്താൽ കാണ്ട് റിസൈൻ. നിങ്ങൾക്ക് റിസൈനും ചെയ്യാൻ പറ്റില്ല, അപ്ഗ്രഡേഷനും ഇല്ല. നോ അപ്ഗ്രഡേഷൻ. അതായത് റൗണ്ട് 3 നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് റിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പൊ റിസൈൻ ചെയ്താൽ നിങ്ങൾ ഈ പൈസ എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വരും. ഓക്കെ, അപ്പോ ഇവിടുന്ന് റിസൈനും ഇല്ല, അപ്ഗ്രേഡും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. റിപ്പോർട്ട് ചെയ്യാതിരുന്നാലും അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല. അപ്പൊ തേർഡ് റൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവൂ. റൈറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരിക? സ്റ്റേ വേക്കൻസി. സ്റ്റേ വേക്കൻസിയിൽ ആർക്ക് പങ്കെടുക്കാം? മുൻ റൗണ്ടുകളിൽ റൗണ്ട് 1 കിട്ടിയില്ല, റൗണ്ട് 2 കിട്ടിയില്ല, റൗണ്ട് 3 കിട്ടിയില്ല. അതായത് റൗണ്ട് 3 ശേഷം ഒരു സീറ്റും കയ്യിൽ ബാക്കിയില്ലാത്തവർക്കേ ഇത് പറ്റൂ. ഏതെങ്കിലും ഒരു റൗണ്ടിൽ ജോയിൻ ചെയ്ത സീറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് സ്റ്റേ ഇല്ല. മൂന്നാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ടത് നഷ്ടപ്പെടുത്തിയവർക്കും ഈ സ്റ്റേ വേക്കൻസി ഇല്ല. അപ്പൊ നിലവിൽ സീറ്റ് കിട്ടാത്തവർക്ക് മാത്രമാണ്. ഇപ്പൊ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് എക്സിറ്റ് ആയി പോയാൽ പോലും സ്റ്റേ വേക്കൻസിയിലേക്ക് വരാം. പക്ഷെ തേർഡ് റൗണ്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട് ആയാൽ നിങ്ങൾക്ക് സ്റ്റേ വേക്കൻസി ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ സ്റ്റേ വേക്കൻസിയിലേക്ക് വരുന്നു. സ്റ്റേ വേക്കൻസിയിലും ഫ്രഷ് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും, അതായത് ഇതുവരെ പങ്കെടുക്കാത്തവർക്ക് വേണേ വന്ന് രജിസ്റ്റർ ചെയ്യാം. അതേപോലെ മുമ്പുള്ളവർക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ വേണ്ട, ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് മതി. റൈറ്റ്, അതിൽ സീറ്റ് അലോട്ട് ചെയ്തു എന്നിരിക്കട്ടെ. സീറ്റ് അലോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സീറ്റ് അലോട്ട് ആയി എന്ന് വിചാരിക്കാം. നോട്ട് ജോയിൻഡ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുത്ത് നിങ്ങൾ ഓപ്ഷനിൽ വെച്ചൊരു കോളേജ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്താൽ നിങ്ങൾ അത് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫീയും നഷ്ടപ്പെടും. നിങ്ങൾ 1 വർഷത്തേക്ക് നീറ്റിൽ നിന്ന് ഡീബാറുമാവും. സ്റ്റേ വേക്കൻസിയിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സീറ്റ് തന്നാൽ, അലോട്ട് ആയാൽ, നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അലോട്ട് ആയാൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റൂ. അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീസും പോയി, നിങ്ങൾ ഡീബാറുമാവും. 1 വർഷത്തേക്ക് നീറ്റ് എഴുതാൻ പറ്റില്ല. റൈറ്റ്, ഇനി നിങ്ങൾ ജോയിൻ ചെയ്താലോ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാനും പറ്റില്ല, അപ്ഗ്രേഡ് ചെയ്യാനും പറ്റൂല. റെസിഗ്നേഷൻ ഇല്ല, അവിടെ നിന്ന് റിസൈൻ ചെയ്യാനും പറ്റില്ല, അപ്ഗ്രേഡേഷനും ഇല്ല. ഇനി സ്റ്റേ റൗണ്ട് 1ഉം 2ഉം ഒക്കെ നടന്നാലും ഇത് തന്നെ. ഇവിടെ സീറ്റ് കിട്ടിയവർക്ക് അടുത്ത റൗണ്ട് ഇല്ല, ഇനി ബാക്കിയുള്ളവർക്കേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ 3 റൗണ്ടുകൾ, അതായത് 1, 2, 3 നോർമൽ റൗണ്ടുകളും അതിനുശേഷമുള്ള സ്റ്റേ വേക്കൻസിയിലും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ 3 റൗണ്ടുകളിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു.
ഇനി ഒന്നാമത്തെ റൗണ്ടിന് മാത്രം, ഫസ്റ്റ് റൗണ്ടിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിലും പറഞ്ഞു. ഇനി രണ്ടാമത്തെ റൗണ്ടിന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽ തരാം, ജോയിനിങ്ങിന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽ തരാം. ഓരോ അപ്ഡേഷൻ വരുമ്പോഴും ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഡീറ്റെയിൽ വിടാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് അല്ലെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കുക, ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ അപ്ഡേറ്റ് ഇടാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.